ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് മടക്ക് ദോശ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാം കേട്ടോ. മടിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ സിമ്പിളായിട്ട് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്. നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് ദോശയ്ക്കുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദമാവാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ് കേട്ടോ. കുറച്ചും കൂടെ ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ മൈദയ്ക്ക് പകരം ഗോതമ്പ് മാവ് എടുത്താലും മതി. ടേസ്റ്റ് കൂടുതൽ മൈദയ്ക്കായിരിക്കും. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയ്ക്കൊക്കെ കലക്കിയെടുക്കില്ലേ, അതേ പരുവത്തിൽ കലക്കിയെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കലക്കിയെടുക്കുക. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കലക്കിയെടുത്താൽ മതി. ഇപ്പോൾ 1 കപ്പ് മാവ് കൊണ്ട് ഏകദേശം 4 ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ കലക്കിയെടുത്തതിന് ശേഷവും അതിൽ ചെറിയ കട്ടകളായി കിടക്കുന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല ഫ്രഷ് തേങ്ങ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. തേങ്ങ മിക്സിയുടെ ജാറിലിട്ടിട്ട് 2-3 പ്രാവശ്യം ഒന്ന് പസ് ബട്ടൺ അമർത്തി എടുത്തതാണ്. അപ്പോൾ ചെറിയ തരികളായിട്ട് കിട്ടും. ഇനി ഇതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ശർക്കര ചീകി എടുത്തത് ചേർത്ത് കൊടുക്കാം. ശർക്കര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ തേങ്ങ നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കില്ലേ, ആ സമയത്ത് 1-2 ഏലക്ക ഇട്ടിട്ട് ഒന്ന് പസ് ചെയ്തെടുത്താൽ മതി. 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആവും കേട്ടോ. അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ദോശത്തവ ചൂടാക്കിയെടുക്കുക. തീ ഇപ്പം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. തവ നല്ല ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് 1 തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം. തവ ഒന്ന് കുറച്ച് പൊക്കിയിട്ട് പരത്താം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ നിറം മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് നെയ്യൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നെയ്യ് ചേർക്കാം. ഇപ്പോൾ വലിയവർക്കാണ്, അസുഖമുള്ളവരാണെങ്കിൽ നെയ്യ് ഒഴിവാക്കാം. ഇനി പകുതി ഭാഗത്ത് നമുക്കിതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. തേങ്ങയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ ഫില്ലിങ് വെക്കാം കേട്ടോ. ഇതുപോലെ മടക്കി കൊടുക്കുക. സൈഡിൽ തവി കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കും, ഫില്ലിങ് പുറത്ത് പോവാതിരിക്കും. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നെയ്യ് തടവി കൊടുക്കാം. താഴെ ഒന്ന് മൊരിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മോൾ ഭാഗത്തും ചെറുതായിട്ട് നെയ്യ് തടവി കൊടുക്കാം. താഴ്ഭാഗവും ഇതുപോലെ മൊരിഞ്ഞു വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കാം. അതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മടക്ക് ദോശ തയ്യാറായിട്ടുണ്ട്. പണ്ട് അമ്മ മിക്കവാറും വീട്ടിലൊക്കെ ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ മടിയുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്നൊരു സ്നാക്സ് തയ്യാറാക്കി കൊടുക്കണമെങ്കിലൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.